ഇസ്ലാമിക് കോപ്പറേഷൻ ഉച്ചകോടിയുടെ 15ാമത്തെ സെഷൻസ് ആവശ്യപ്പെട്ടതും ഇസ്രയേലിന്റെ ഹമാസിനോടുള്ള ക്രൂരകൃത്യം അവസാനിപ്പിക്കണമെന്നായിരുന്നു. എന്തുകൊണ്ടാണ്? ഇസ്രായേൽ ജൂതന്മാരാണ്, മറ്റവർ വിശ്വാസികളാണ്. അവരെ സംബന്ധിച്ച് സംസാരിക്കാൻ പറ്റില്ല. കാരണം പെട്ടെന്ന് ഒരു വിഭാഗം ആളുകൾ അസഹിഷ്ണുത കാണിക്കും. പിന്നീട് അവര് തീവ്രവാദികളാണ്, എന്ത് ചെയ്യാനും മടിക്കില്ല. പിന്നെ അവർക്ക് പറയാം ഇസ്ലാമോഫോബിയാണ്, വിവേചനങ്ങളാണ്, ഇതൊക്കെ പറയാം. അപ്പൊ നമുക്ക് അറിയുന്ന ഒരുപാട് വിഷയങ്ങളും സംസാരിക്കാൻ പറ്റുന്ന ഒരുപാട് വസ്തുതകളും ഇവിടെയുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഒരുപക്ഷെ വേട്ടക്കാരായിട്ട് നിൽക്കുന്നത് ഇസ്ലാം മതമായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒറ്റ മാർഗമേ ഉള്ളൂ, ആ ഭാഗത്തേക്ക് അങ്ങ് ചാഞ്ഞു നിൽക്കുക. നമുക്കറിയുന്ന ഒരുപാട് യുക്തിവാദികളുണ്ട്, അവരൊക്കെ കമ്മികളാണ്. കമ്മ്യൂണിസ്റ്റ് ആശയത്തോട് അനുഭാവപൂർവ്വം നിൽക്കും. എന്നിട്ട് അവര് പറയുന്നത്, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോ എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് അവരെ പിണക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, നമുക്ക് മുസ്ലിങ്ങളെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഒരുപോലെ നമുക്ക് പിണക്കിയിട്ട് നമുക്കിവിടെ നിലനിൽപ്പില്ല എന്നൊക്കെയാണ് ഇവര് പറയാ. ഇപ്പോ ജമ്മു കാശ്മീരില് ഹൈന്ദവ തീർത്ഥാടകര് സഞ്ചരിച്ച ഒരു ബസ്സിന് നേരെ ഉണ്ടായ ഭീകരാക്രമണം നമ്മൾ കണ്ടു. ഇതിനു മുമ്പ് ഇവര് ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പറയും. അവിടെയും എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. അവിടെയും തീർത്ഥാടകർക്ക് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത്. ഇപ്പോ ഹിന്ദു തീർത്ഥാടകരാണ്, അത് ഭീകരാക്രമണമാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയാണ് 10 പേര് കൊല്ലപ്പെട്ടത്, 33 പേർക്കാണ് പരിക്കേറ്റത്. എന്നിട്ട് ഗാസയിൽ നിന്നും റാഫയിൽ നിന്നും കണ്ണെടുക്കാൻ പറ്റുന്നില്ല നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ആക്ടിവിസ്റ്റുകൾക്ക്, കലാകാരന്മാർക്ക്, അടുപ്പ് കൂട്ടിയുള്ള ചർച്ചയ്ക്ക് പോകുന്ന ആളുകൾക്കൊന്നും ഇപ്പോഴും റാഫയിൽ നിന്ന് കണ്ണിങ്ങോട്ട് മാറുന്നതേയില്ല. അപ്പൊ അങ്ങോട്ട് നോക്കി മോങ്ങുന്ന കേരളത്തിലെ മാധ്യമങ്ങളും സിനിമക്കാരും കലാകായിക സാംസ്കാരിക രംഗത്ത് ഉത്തുംഗതയിൽ വിരാജിക്കുന്ന നായകന്മാരും ഒന്നും കാണുന്നില്ല. കാരണം എന്താ? ഹിന്ദു കുഞ്ഞുങ്ങളല്ലേ. അവിടെ നമ്മുടെ രോഷം അവിടെ നിൽക്കട്ടെ തൽക്കാലം, അവിടെ രോഷം പ്രകടിപ്പിക്കേണ്ട. കാരണം അവിടെ വോട്ട് ബാങ്ക് ഒന്നും ഇല്ലല്ലോ, ഹിന്ദുക്കൾ സംഘടിതരല്ല. അതുകൊണ്ട് നമ്മൾ തൽക്കാലം അവിടെ നമ്മൾ പ്രകടനങ്ങളോ വിമർശനങ്ങളോ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ കുടുംബക്കാരോടുള്ള ഐക്യദാർഢ്യമോ പിന്തുണയോ ഒന്നും വേണ്ട. ആ തീവ്രവാദികളോടുള്ള എതിർപ്പും വിമർശനങ്ങളും ഒന്നും നമുക്ക് വേണ്ട. ഓരോ തീവ്രവാദി ആക്രമണം കഴിയുമ്പോഴും ക്രൂരവും പൈശാചികവുമായി പോയി എന്ന ഡയലോഗ് മാത്രം മതി നമുക്ക്. അത് ശരിയായില്ല കേട്ടോ, അത് മാത്രം മതിയാകും നമുക്കിപ്പോ. സുരേഷ് ഗോപി അമ്പലത്തിൽ പോയ പ്രശ്നം, മോഹൻലാല് അമ്പലത്തിൽ പോയ പ്രശ്നം, അവര് ചാണകങ്ങളാണ്, സംഖ്യകളാണ്. അങ്ങനെയാണെങ്കിൽ പെരുന്നാൾ നമസ്കരിക്കാൻ പോയ മമ്മൂട്ടിയെ കൊണ്ടു നടക്കുന്നില്ലേ? കുഴപ്പമില്ല അല്ലെ? കുഴപ്പമില്ല. കാരണം പുഴു എന്ന സിനിമയിലൂടെ തീവ്രവാദത്തെ വെള്ളപൂശാൻ ശ്രമിച്ചതല്ലേ? അപ്പോഴും അദ്ദേഹം ഞമ്മന്റെ ആള് തന്നെയാണല്ലോ. ഇതിലേറെ രസകരം, ഒരിക്കല് മമ്മൂട്ടി ഹജ്ജ് ചെയ്യാൻ പോയപ്പോ അവിടെ ഒരു കറുത്ത കല്ലുണ്ട്, സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു യൂണിക്കല്ല്. ആദമിനെ അള്ളാഹു ചവിട്ടി പുറത്താക്കിയ സമയത്ത് എന്താണെങ്കിലും പോകുകയല്ലേ ഒരു വഴിക്ക്, ഇല്ല ഉംറയ്ക്കൊക്കെ പോകുന്നവര് എന്താണെങ്കിലും ഒരു ദ്വാരം വെറുതെ നാട്ടിലേക്ക് പോകുന്നു, 1.5 കിലോ സ്വർണം വെക്കാമെന്ന് വിചാരിക്കുന്നത് പോലെ ആദം നബി അവിടെ നിന്ന് ഒരു കല്ല് അടിച്ചോണ്ടാ വന്നത്. ആ കല്ല് സ്വർഗത്തിലെ കല്ലാണ്, വെള്ളക്കല്ലാണ്. ആ കല്ലില് മുത്തി 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 ആ കല്ലങ്ങ് കറുത്തു. അപ്പൊ ആദം നബി ചെയ്തത് ചില്ലറ പാപമാണോ എന്ന് നോക്കിക്കോണം. ആ വെളുത്ത വെള്ളാരം കല്ലിപ്പോൾ കറന്നായി. അങ്ങനെയാണ് നമുക്കിപ്പോ ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞാൽ തന്നെ കറുത്ത കല്ല് എന്ന്. ഈ കല്ല് പഠിച്ചോണ്ടാ വന്നേ. അപ്പം പിന്നെ ആ കല്ലിൽ തൊട്ടാല് അതിനകത്തൊന്ന് മുത്തിയാല്, പ്രവാചകൻ മുത്തിയതാണ്, അതുകൊണ്ട് നമ്മളൊന്ന് മുത്തിയാല് പാപം പൊറുക്കുമെന്നാണ് ഇസ്ലാം മത വിശ്വാസികളുടെ വിശ്വാസം. മമ്മൂട്ടിയുണ്ട് ഈ കല്ലിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. എന്തായിരിക്കും അദ്ദേഹം ചിന്തിച്ചിരിക്കാന്നറിയില്ല. ആ കല്ലിനെ ഇദ്ദേഹം ഇങ്ങനെ നോക്കി നിൽപ്പുണ്ട്. അപ്പോ അദ്ദേഹം ഹജ്ജൊക്കെ ചെയ്തു കഴിഞ്ഞു വന്നപ്പോ മാധ്യമ പ്രവർത്തകർ ഇദ്ദേഹത്തോട് ചോദിച്ചു, അല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നാളെ അള്ളാഹു വിചാരണ ചെയ്യും, ചോദ്യം ചോദിക്കും, സ്വർഗവും നരകവും ഒക്കെ ഉണ്ടെന്ന്? അപ്പോ നാളെ ചോദ്യം ചോദിക്കും, വിചാരണ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ മമ്മൂട്ടി ചോദിച്ചു, എല്ലാം അറിയുന്ന അള്ളാഹുവിന് അതിന്റെ ആവശ്യമുണ്ടോ? അതിനകത്ത് തന്നെ തീർന്നു. എന്നിട്ട് അത് ആരും കൊട്ടിഘോഷിച്ചില്ല, ആരും വൈറലാക്കിയില്ല. കാരണം അതിൽ പിടിച്ചായിരിക്കും പിന്നീട് ആളുകൾ ചിന്തിക്കുക. ഇന്ന് ഒരു പെൺകുട്ടിയുടെ ഒരു ചിത്രം വൈറലായിട്ടുണ്ട്. ഒരു മുസ്ലിം പെൺകുട്ടിയാണ്, സ്വീഡനിലാണ്. കുറെ ആളുകൾ ഇങ്ങനെ പ്ലക്കാർഡും പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. ഈ പെൺകുട്ടി തലയില് തട്ടമൊക്കെ ഇട്ടിട്ട് അവരുടെ മുമ്പിൽ നിന്നിട്ട് ഒരു സെൽഫി എടുത്തു. ഈ സെൽഫി എടുത്ത് ഈ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ
പ്രചരിപ്പിച്ചു. നോക്കുമ്പോ എന്താ, പുറകില് പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആള് മുഹമ്മദ് ഒരു കള്ളനാണ്, ഒരു യുദ്ധക്കുതിയനാണ്, രക്തരൂക്ഷിതമായ കലാപങ്ങൾ ഈ ലോകത്തിന് സമ്മാനിച്ച ക്രൂരനാണ്. ഇതൊക്കെയാണ് പ്ലക്കാർഡുകൾ. ഒരുപക്ഷെ അവര് പിടിച്ച പ്ലക്കാർഡുകള് അവരുദ്ദേശിച്ച അതേ ആശയത്തില് എല്ലാവരുടെയും ഹൃദയത്തിൽ എത്തിയില്ല, തലച്ചോറുകളിലേക്ക് എത്തിയില്ല, ശ്രദ്ധയിൽ എത്തിയില്ല, ചർച്ചയ്ക്ക് എത്തിയില്ല. ഈ പെൺകുട്ടി എടുത്ത സെൽഫിയാണ് അതിന് കാരണമായത്. അപ്പൊ മമ്മൂട്ടി ചോദിക്കുന്നു, എല്ലാം അറിയുന്ന അള്ളാഹുവിന് എന്തിനാണ് ഒരു വിചാരണയെന്ന് ചോദിച്ചപ്പോ ഇവർക്കറിയാം അതെടുത്തു കൊടുത്താൽ ഒരുപാട് ആളുകൾ ഇതുപോലെ തലച്ചോറുള്ളവര് ചിന്തിക്കും, അതുകൊണ്ട് അത് വേണ്ടാന്ന്. അതുകൊണ്ട് ഇവരെ തൽക്കാലം വിചാരിച്ചു, നമുക്ക് റാഫയിൽ നിന്നും ഒന്നും കണ്ണെടുക്കണ്ട, ഗാസയിൽ നിന്ന് കണ്ണെടുക്കണ്ട, ഇസ്രായേലിലേക്ക് അവരെ തന്നെ നമുക്ക് ചൊറിഞ്ഞോണ്ടിരിക്കാം. എന്ത് ക്രൂരമായി പോയി കാശ്മീരിലെ ഈ ഹിന്ദു വംശഹത്യ ചെയ്യാൻ ശ്രമിച്ചത്, അതല്ലെങ്കിൽ ഹിന്ദുക്കളായ പിന്നെ അവര് ഹിന്ദുക്കളായ ആളുകള് അവരെ ബുദ്ധിമുട്ടിപ്പിച്ചത്, അവരെ കൊന്നത്, അവരെ ആക്രമിച്ചത് എന്ത് ക്രൂരതയായി പോയി എന്ന ഒരു ഡയലോഗില് മാത്രം ഒതുങ്ങാം. എന്നിട്ട് എല്ലാ തീവ്രവാദത്തെയും നമ്മൾ പ്രതിഷേധിക്കണം എന്ന ചെറിയ ഒരു ടൈറ്റിലിൽ മാത്രം ഒതുങ്ങും. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ആളുകൾ വായിക്കകത്ത് പഴം തിരുകിക്കൊണ്ടിരിക്കുമായിരുന്നു. അവർക്ക് സംസാരിക്കാൻ സാധിച്ചില്ല, അവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയാൻ കഴിഞ്ഞില്ല. കാരണം നാളെ തോളിൽ കൈയിടേണ്ടവരാണ്, ഒരു മേശയ്ക്ക് ചുറ്റും നാളെ ഇരുന്ന് ചർച്ച ചെയ്യേണ്ടവരാണ്. അതുകൊണ്ട് അവരെ പിണക്കാൻ പറ്റുമോ? കേരളത്തിൽ ഇരുന്ന് ഗാസ, റാഫ എന്നൊക്കെ പറഞ്ഞ് മോങ്ങാം. ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിച്ച് മുന്നോട്ട് പോകുക എന്നതല്ലാതെ ഈ കാശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട തീവ്രവാദികളെ ഇനിയും ഇന്ത്യൻ സൈന്യം എതിർത്തു, നല്ല രൂപത്തിൽ കൊടുത്തു എന്ന് വിചാരിക്കുക. അത് കൊടുക്കുമെന്ന് ഉറപ്പാണ്. അമിത്ഷാ തന്നെ പറഞ്ഞിട്ടുണ്ട്, കാശ്മീരിൽ ഭീകരാക്രമണം നടത്തിയ ആളുകൾക്ക് ഇന്ന് നല്ലതിനല്ല, നല്ല രൂപത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇനിയും ഇതേപോലെ തന്നെ ഗാസയോ റാഫയോ ഇതിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ മനുഷ്യാവകാശം കാശ്മീരിലെ ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ടുണ്ടാകുമോ? ന്യൂനപക്ഷ പീഡനം എന്ന് പറഞ്ഞിട്ട് അവരെ ഇറങ്ങത്തില്ലേ? കാശ്മീരിലെ ഭീകരാക്രമണത്തിന്റെ തീവ്രവാദികളെ അമിത്ഷാ പിടിച്ചുകൊണ്ടുവന്നാൽ, അവരെ ജയിലിലിട്ടാൽ, അല്ലെങ്കിൽ സൈന്യവുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഇവനൊക്കെ അങ്ങ് കാഞ്ഞു പോയാൽ അന്നേരം ന്യൂനപക്ഷ പീഡനം എന്ന് പറഞ്ഞിട്ട് ഇവരിറങ്ങില്ലേ? മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ എഴുതില്ലേ? ആഴ്ചകളോളം അന്തിച്ചർച്ചകൾ നടത്തില്ലേ? ഇത് ഇന്ത്യയിൽ മാത്രം നടക്കുന്ന പ്രതിഭാസമല്ല, ലോകത്തെല്ലാ സ്ഥലത്തും ഉള്ളത് ഇത് തന്നെയാണ്. അങ്ങോട്ട് കയറി ഹിന്ദുക്കളെയോ ക്രിസ്ത്യാനികളെയോ ഒന്ന് ചൊറിയും, അവര് തിരിച്ച് നല്ലതുപോലെ കൊടുക്കും. അതല്ലെങ്കിൽ ഇവര് ന്യൂനപക്ഷ വേട്ട എന്ന് പറയും. തിരിച്ചടി കിട്ടുമ്പോ സ്ത്രീകളെ പീഡിപ്പിക്കുക, കൊല്ലുക, അതിലാഘോഷിക്കുക. തിരിച്ചടി കിട്ടുന്ന സമയത്ത് മുസ്ലിം വേട്ട എന്ന് പറഞ്ഞ് നെഞ്ചിലിടിച്ച് നിലവിളിക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്റെ രാജ്യമാണ് ആദ്യത്തെ താല്പര്യം, ബാക്കി എല്ലാം രണ്ടാമതേ വരും. ഇവിടെ ചില ആളുകൾക്ക് ആദ്യം മതമാണ്, പിന്നെയും മതമാണ്, പിന്നെയും മതമാണ്. ആദ്യം നീ നന്നാവ്, അത് കഴിഞ്ഞിട്ട് സ്വയം നന്നാകുക എന്ന് പറയുന്നത് പോലെ ആത്യന്തികമായി എപ്പോഴും മതമാണ്. നമ്മൾ എത്രത്തോളം സഹിഷ്ണുത ഓരോ വിഷയത്തിലും കാണിക്കുന്നു, അത്രത്തോളം തീവ്രവാദം വളർന്നുകൊണ്ടിരിക്കും. അത് നമ്മുടെ സംസ്ഥാന ഭരണകൂടം മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും കേന്ദ്ര ഭരണകൂടം അത് മനസ്സിലാക്കാതെ പോകില്ല. കാരണം നമ്മള് ഇപ്പം ഗാന്ധിജി പറഞ്ഞതുപോലെ കുറച്ച് ഹിന്ദുക്കളെ കൊല്ലുമ്പോഴത്തേക്കിന് അവർക്ക് സമാധാനം കിട്ടും, അവരുടെ കോപമൊക്കെ ഒന്ന് അടങ്ങുമെങ്കിൽ അടങ്ങിക്കോട്ടെ. നിങ്ങൾ തൽക്കാലം അവരുടെ കത്തിമുനയ്ക്ക് കഴുത്തൊന്ന് നീട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അവരുടെ കോപം അടക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാനമായിരിക്കും ഇളകുന്നത്. കേരളത്തിൽ ഇരുന്ന് ഓൾ ഐസ് ഓൺ റാഫ എളുപ്പമുണ്ട്. തീവ്രവാദികളെ ഒന്നും ചെയ്യരുതേ, തീവ്രവാദികൾ പാപങ്ങളാണേ, അവര് പാവങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് പുഴു ഇറക്കാം, ഉണ്ടയും ഇറക്കാം. ഇത് കണ്ടിട്ട് നെതന്യാഹു പേടിച്ചു പോകുമെന്ന് വിചാരിച്ചു പോകരുത്. അത് മൗഢ്യമായ ധാരണയാണ്. ഇസ്രായേൽ ഇന്നലെ റാഫയിൽ നിന്ന് തന്നെ ഹമാസിന്റെ തീവ്രവാദികളെ തട്ടിക്കൊണ്ടുപോയത് കണ്ടില്ലേ? എന്നിട്ട് അവര് തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചിരുന്ന 4 പേരെ പുഷ്പം പറിക്കുന്ന ലാഘവത്തോടെ ഇസ്രായേൽ പറിച്ചുകൊണ്ടു വന്നു. അതിനുശേഷം ഹമാസുകാർ കയറി അടിച്ചു, 8 ഇസ്രായേലിനെ കൊന്നു, 8 ഇസ്രായേൽ സൈന്യരെ കൊന്നു.
അതിന്റെ 24 മണിക്കൂർ കഴിഞ്ഞില്ല 550 ഹമാസ് ഭീകരരെ നിരത്തി അങ്ങോട്ട് കിടത്തി ഇസ്രായേൽ. അപ്പോ ചെറുത് കൊടുത്തിട്ട് വലുത് വാങ്ങുവാണ്. പലപ്പോഴും ഇവര് ഇസ്രായേലിലെ 4 പൗരന്മാരെ ഇസ്രായേല് മോചിപ്പിച്ചു എന്നത് മാത്രമേ നമ്മുടെ മാധ്യമങ്ങൾ കാണൂ. 550 പേരെ ഇല്ലാതാക്കി എന്നത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ കാണത്തില്ല. കാരണം ഒരു പ്രത്യേക തരം കാഴ്ചപ്പാടാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കുള്ളത്. ടീച്ചറ് കഴിഞ്ഞ ദിവസം ത്യാഗത്തിന്റെ മഹോന്നത ദിവസത്തെ കുറിച്ച് പറഞ്ഞത് കൊണ്ട് ഞാൻ ഇന്നലെ ഈ വിഷയം ഇനി മിണ്ടില്ല. എന്റെ അടുത്ത 1-2 സുഹൃത്തുക്കളുണ്ട്. അവർ എന്റെ അടുത്ത് പ്രത്യേകം വിളിച്ചു പറഞ്ഞു, ബൈജു, പൊന്ന് ബൈജു. അപ്പൊ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, സംഗി ആൻഡ് സുഡാപ്പീസ് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ എന്റെ ഏറ്റവും അടുത്ത് 3 സുഹൃത്തുക്കളാണ്. അതിൽ 2 പേര് മുസ്ലിങ്ങളും പിന്നെ ഒരാള് പെന്തിക്കോസുമാണ്. എല്ലാവരും വിദേശത്താണ്. അപ്പൊ വിദേശത്തുള്ള ജീവിക്കുന്ന അവരുടെ തീവ്രമായിട്ടുള്ള ആ ഒരു ചിന്തകളൊക്കെ നമുക്ക് അറിയാലോ. അത്തരത്തിലുള്ള അവരുടെ നിർദ്ദേശപ്രകാരം, കാരണം ഞങ്ങൾ 4 പേരാണ്, അവർ നാട്ടിൽ വന്നു കഴിഞ്ഞ് ഞങ്ങൾ ഏതെങ്കിലും പ്രത്യേക സ്ഥലത്തോട്ട് ഞങ്ങൾ പോകും, ഒരാഴ്ചയൊക്കെ ഞങ്ങൾ ഒന്ന് സന്തോഷത്തോടു കൂടി ചെലവഴിച്ചു വരുന്ന അത്രയും വലിയ കൂട്ടുള്ള ആളുകളാണ്. അപ്പൊ അതിൽ ഈ 2 പേരെ എന്റെ അടുത്ത് ആവശ്യപ്പെട്ടു, നീ ദയവ് ഇത് ഇന്നത്തെ ദിവസമെങ്കിലും ഞങ്ങൾക്ക് സമാധാനം എന്താ, ഇതിനെപ്പറ്റി മിണ്ടരുത്, ബലിപെരുന്നാള് അതിനെപ്പറ്റി ഒന്നും മിണ്ടരുത്. ശരി, അങ്ങനെ ഇരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് ഉച്ചയോട് കൂടിയിട്ട് എന്റെ ശ്രദ്ധയിൽ ഒരു ആടിന്റെ വിഷയം പെട്ടത്. നമ്മളെല്ലാവരും കണ്ടു മഹാരാഷ്ട്രയിൽ ബോംബെയിൽ ഒരു ആടിന്റെ ദേഹത്ത് റാം എന്ന് എഴുതിയത്. ഈ റാം എന്ന് എഴുതിയതിൽ ടീച്ചറെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവർ അതിനെ ന്യായീകരിച്ച് പലരും വരുന്നുണ്ട്. മെയിലായിട്ടുള്ള, അതായത് ആടിന് പറയുന്ന ഇംഗ്ലീഷിലെ പേരാണ് റാം എന്നൊക്കെ പറയുന്നു എന്നുള്ള പല ന്യായീകരണ കമന്റുകളൊക്കെ ഞാൻ കണ്ടിരുന്നു, സുഡാപ്പികൾ ഇട്ടുകൊണ്ടിരുന്നു. അവരോട് കൂടെ എനിക്ക് പറയാനുള്ളത്, ഇത്രയും നാളില്ലാത്തൊരു റാം എഴുത്ത് എന്തുകൊണ്ട് മോദി സർക്കാരിന്റെ 3ാമത്തെ ഭരണം കഴിഞ്ഞപ്പോൾ ഈ ശ്രീരാമന്റെ അയോധ്യയിൽ ക്ഷേത്രം, അവിടെ ക്ഷേത്ര പ്രതിഷ്ഠ കഴിഞ്ഞ് അവിടെ ഇന്നിപ്പോൾ ജനലക്ഷങ്ങൾ അവിടെ ദർശനം നടത്തിക്കൊണ്ട് ആ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന ആ ക്ഷേത്ര ഭൂമിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ബാബറിനെ കുറിച്ചും അയാളുടെ സ്വവർഗ രതിക്കാരനായിട്ടുള്ള ഒരുത്തൻ ചത്തുപോയതിന്റെ ആ ഒരു സ്മരണാർത്ഥം ഉണ്ടാക്കിയ, ക്ഷേത്രം തകർത്തുണ്ടാക്കിയ ബാബറി മസ്ജിദ്, അതിനെക്കുറിച്ചും എല്ലാം നമ്മൾക്ക് അറിയുന്നത് തന്നെ ഈ പറയുന്ന ക്ഷേത്രം തകർത്തുണ്ടാക്കിയ ബാബറി മസ്ജിദ് തകർത്ത് വീണ്ടും ക്ഷേത്രമായപ്പോൾ തന്നെയാണ് കോടതി വിധി, പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയുടെ വിധി പ്രകാരം കൃത്യമായിട്ടും അവിടെ ക്ഷേത്രം വന്നു. ഇതൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ ഈ റാം എന്ന് പറയുന്ന വാക്കിന് ഇന്ന് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് തന്നെയാണ്. നമ്മൾ പല സമയങ്ങളും കാണാറുണ്ട്, ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ഇതാ മുസ്ലിങ്ങളെ കൊല്ലുന്നേ എന്ന് പറയുന്ന ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലായാലും ഈ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മാധ്യമങ്ങളുടെയൊക്കെ ആ ഒരു കള്ളപ്രചരണങ്ങൾ നമ്മൾ കാണാറുണ്ട്. നമ്മൾക്ക് അതിന്റെ ചെറിയൊരു ലാഞ്ചന, കാരണം മറ്റ് സ്റ്റേറ്റുകളിലുള്ള കാര്യങ്ങൾ നമ്മൾ പോവേണ്ട, നമ്മുടെ കേരളത്തിൽ ഈ ജയ് ശ്രീറാം അതല്ലെങ്കിൽ ശ്രീറാം എന്ന് പറയുന്ന ഓരോ ഹിന്ദുവിന്റെയും അഭിമാനമായിട്ടുള്ള ആ ഒരു ദൈവത്തിന്റെ പേരിൽ എന്തെങ്കിലും ആക്രമണം ഇവിടെ ആർക്കെങ്കിലും നേരിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു ജിഹാദിയുടെ അടിമയായി എന്റെ ബാക്കി വരുന്ന ജീവിതം ഞാൻ ജീവിച്ചു തീർക്കാം എന്നൊരു വാക്ക് ഇവിടെ പബ്ലിക്കിനോട് പറയുകയാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ആദ്യം നമ്മൾക്ക് നോക്കാം. എന്നാൽ നേരെ തിരിച്ച് നിങ്ങൾ എടുത്തു നോക്കും, ഇവിടെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ പേര് തന്റെ ചോദ്യ പേപ്പറിൽ വന്നതുകൊണ്ട് ന്യൂമാൻസ് കോളേജിലെ പ്രൊഫസർ ആയിരുന്ന ഈ പറയുന്ന നമ്മുടെ അദ്ദേഹത്തെ ജോസഫ് സാർ, TJ ജോസഫ് സാറിന്റെ കയ്യും കാലും വെട്ടി അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയായിട്ടുള്ള സലോമി ടീച്ചർ ഒരു മുഴം തോർത്തുമുണ്ടിലാണ് തൂങ്ങിയതെന്നാ പറഞ്ഞത്. അതായത് ഒരു തുണി കഷ്ണത്തിൽ തൂങ്ങി. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഇതൊന്നും അറിയാത്ത അദ്ദേഹത്തിന്റെ മകനെ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് ആ കുഞ്ഞിനെ പിടിച്ചു കൊണ്ടുപോയി അതിമാരകമായി മർദ്ദിച്ചു എന്നുള്ള ആ നാട്ടിലാണ് ഇത് നമ്മൾ അറിയുന്നത്. മാത്രമല്ല ഈ കേസിൽ ജഡ്ജ്മെന്റ് കേട്ടൊക്കെ പുറത്തു വന്നിരുന്ന ഈ ജോസഫ് മാഷിന്റെ കയ്യും കാലും വെട്ടിയ ജിഹാദികളുടെ മുഖത്തെ ആ സന്തോഷം നമ്മൾക്ക് കാണേണ്ടതുണ്ട്. ഇന്നിപ്പോൾ ടർബോ എന്ന് പറയുന്ന സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്ന തിയേറ്ററിൽ അള്ളാഹു അക്ബർ എന്ന വിളി കേട്ടതോടുകൂടി ജനങ്ങൾ ജീവനും കൊണ്ട് ഓടി എന്നുള്ള വാർത്ത നമ്മൾ കേട്ടു. അതുകൊണ്ട് തന്നെ ജയ് ശ്രീറാമിനെയും അള്ളാഹു അക്ബറിനെയും ഇനി ക്രിസ്തീയ വിഭാഗത്തെ മാറ്റിവെക്കാം, കാരണം അവർ നമ്മൾക്ക് പെടുത്തേണ്ട, അവരുടെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ഇതിൽ ഏത് വാക്ക് പറഞ്ഞാലാണ് ജനങ്ങൾ ജീവനും കൊണ്ട് ഓടുക? ഏത് വാക്ക് കേട്ടാലാണ് ആളുകൾ ബഹുമാനത്തോടു കൂടി ഒരു മതമില്ലാത്ത അതല്ലെങ്കിൽ നിരീശ്വരവാദി ആണെങ്കിൽ പോലും ബഹുമാനത്തോടു കൂടി ആ ഭാഗത്തേക്ക് നോക്കുക എന്നുള്ള ചിന്ത മാത്രം മതി? എത്രത്തോളമാണ് ഈ വാക്കിൽ പോലും അപകടം ഒളിഞ്ഞിരിക്കുന്നത്? അതുകൊണ്ട് തന്നെ കേരളത്തിൽ ജയ് ശ്രീറാമിന്റെ പേരിൽ അതല്ലെങ്കിൽ റാം എന്ന് പറയുന്ന ഹിന്ദുക്കളുടെ ഓരോ ഭാരതീയന്റെ ഓരോ ഹൈന്ദവന്റെയും ശക്തി ദുർഗയായിട്ടുള്ള ആ ഒരു ഭഗവാന്റെ പേരിൽ ഇവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയുക. അത്തരത്തിൽ റാം എന്ന് പറയുന്ന പേര് ഒരു ആടിന്റെ ദേഹത്ത് എഴുതുന്നു. അത് ഇംഗ്ലീഷിൽ തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഭാഷ നമ്മൾക്കറിയാം. ഹിന്ദി ബെൽറ്റുകളിൽ പൂർണ്ണമായിട്ടും അവർ പ്രാദേശികമായിട്ടുള്ള ഭാഷ മാത്രമാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ആഴ്ച